മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 135 അടിയായി. സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കുമെന്ന് രാഹുൽ വിജയന്റെ റിപ്പോർട്ട്. എസ്.കെ.എൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ 135.30 അടിയായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് അത് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. രാവിലെ 5800 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ ഒഴുകിയെത്തിയിരുന്നതെങ്കിൽ നിലവിൽ 3800 ഘനയടി വെള്ളം മാത്രമേ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുള്ളൂ. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തൊക്കെ മഴ മാറി നിൽക്കുകയാണ്. മാത്രമല്ല തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2050 ഘനയടിയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുകയാണ് എങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് പെരിയാറിലേക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് തമിഴ്നാട് നേരത്തെ തന്നെ കേരളത്തെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടം അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ഒഴുകി ആദ്യം എത്തുന്ന മഞ്ചുമല, അതുപോലെ തന്നെ ആറ്റോരം, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ എന്നിവിടങ്ങളിലൊക്കെ ഈ പുഴയോട് ചേർന്ന് താമസിക്കുന്ന, പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടമുണ്ടായാൽ മാറി താമസിക്കണം, ക്യാമ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. മഴ പൊതുവെ മാറി നിൽക്കുകയാണ്. പീരുമേടിൽ ചെറിയ തോതിലെങ്കിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അത് ആശങ്കപ്പെടുന്ന അളവിലേക്ക് പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തില്ല എന്നുള്ളതാണ് നിലവിലെ കണക്കുകൂട്ടൽ. എന്നിരുന്നാലും എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സുരക്ഷാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കൂടുന്നതനുസരിച്ച് വെള്ളം തുറന്നു വിടുകയായിരിക്കും ചെയ്യുക. കാരണം 136 അടിക്ക് മുകളിലേക്ക് എത്തിയാൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും സാഹചര്യത്തിൽ കനത്ത മഴയാണെങ്കിൽ മാത്രമേ അനിയന്ത്രിതമായി വെള്ളം പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ പെരിയാറിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ മുല്ലപ്പെരിയാർ. രാഹുൽ വിജയനാണ് വിവരങ്ങൾ തന്നിരിക്കുന്നത്.